വയസ്സാം കാലത്ത് രണ്ടുപേരൂടെ പാട്ടും പാടി കയ്യും കിരി കൊരുത്ത് എങ്ങോട്ടാ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? അയ്യോ, ചിന്തിക്കാത്തവരെ ഞാൻ പറഞ്ഞു ചിന്തിപ്പിക്കും. അപ്പോൾ ആദ്യം തന്നെ വീണ്ടും വെറുപ്പിക്കുകയാണ് കേട്ടോ. ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് പ്ലീസ് ലൈക്ക് ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഭൂരിഭാഗവും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ മുറ്റത്തെ അമ്പഴം പൂത്തതാണ് കേട്ടോ. അയ്യോ, എനിക്കന്ന് ഭയങ്കര സന്തോഷം. നമ്മൾ എന്തെങ്കിലും നട്ട് വളർത്തിയത് പൂവിടുമ്പോൾ എന്തോരം സന്തോഷമാണെന്നറിയോ. എനിക്ക് തോന്നുന്നു 2 വർഷം കഴിഞ്ഞെന്ന് ഇത് നട്ടിട്ട്. എനിക്ക് അബദ്ധം പറ്റി നട്ടതാണ്. സ്വീറ്റ് അമ്പഴമാണെന്നും പറഞ്ഞാണ് ഞാൻ മേടിച്ചത്. പക്ഷേ സ്വീറ്റ് അല്ല, അത് ഇത്രയും വലുതാവത്തില്ല, കുറ്റിയായിട്ടേ നിൽക്കത്തുള്ളൂ. ഇത് വലിയ മറ്റേ പുളിയുള്ള അമ്പഴമാണ്. പക്ഷേ ഇതിപ്പോൾ ഈ ഷീറ്റ് ഇവിടെ ഇട്ടില്ലായിരുന്നെങ്കിൽ ഈ മുറ്റം മൊത്തം പന്തലിച്ച് കിടക്കേണ്ടതാണ് കേട്ടോ. കാരണം നമ്മളിത് നടുന്ന സമയത്ത് കട വെച്ചിട്ടില്ല, അതിൻ്റെ ഫ്രണ്ടിൽ ഈ ഷീറ്റ് ഇറക്കിയിട്ടില്ല. ഷീറ്റ് ഇറക്കിയപ്പോഴും ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, അത് ഇടുന്ന സമയത്ത് എന്നെ അതിൻ്റെ തൂണ് കാണിച്ചായിരുന്നു. അപ്പോൾ തൂണ് കാണിച്ചത് ഈ മരത്തിൻ്റെ ഇപ്പുറത്ത് ഇതാ നിൽക്കുന്ന കണ്ടോ, അവിടെ വരായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ചിന്തയിൽ അതിൻ്റെ അപ്പുറത്തോട്ട് ഇറക്കു വരുമെന്നുള്ള കാര്യം ഓർമ്മ വന്നില്ല. യോസാനും അതത്ര ഓർത്തില്ല. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ടാണ് കാണുന്നത് അത്രയും ഇറക്കുണ്ട്. അത് ആ മരത്തെ തട്ടി നിൽക്കുമായിരുന്നു ആ ഷീറ്റ്. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യം ചെയ്യാം, മരത്തിൻ്റെ അത്രയും സൈഡിലുള്ളത് അതങ്ങ് കട്ട് ചെയ്ത് കള ഷീറ്റ്, ആ കമ്പിയുടെ അവിടം വരെ. അന്നേരം തട്ടാതെ നിൽക്കില്ല. കാരണം ഈ ഷീറ്റിൻ്റെ ചൂടടിച്ച് മരം ഉണങ്ങിയാലോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ മൊത്തത്തിൽ കീറിപ്പോകും, അത് ഫ്രണ്ട് മുറ്റമല്ലേ, അത് മോശമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു കയറ് വെച്ച് കെട്ടി അങ്ങോട്ട് അകത്തി നിർത്തിയേക്കുമായിരുന്നു കേട്ടോ. ഇപ്പം മരം വലുതായി, അതുകൊണ്ട് കയറിട്ട് കെട്ടിയതൊന്നും ഇപ്പം ഗുണമില്ല. പക്ഷെ അന്ന് അങ്ങോട്ട് വളച്ച് നിർത്തിയേക്കുമായിരുന്നു ആ ഷീറ്റെ തൊടാതെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മരം ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അധികം ശിഖരങ്ങളൊന്നുമില്ല. മുകളിലോട്ട് പോയെടുത്ത് ബാക്കി സൈഡിലെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു. കാരണം ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വീണ് കിടക്കുമ്പോൾ അത് ഗുണമില്ലല്ലോ, വെയിലും ഇല്ല, വെറുതെ അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞായിരുന്നു, ആ പ്ലാവിനും ദോഷം വരാതിരിക്കാനായിട്ട്. അതാണ് അമ്പഴത്തിൻ്റെ കഥയെന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ ഇന്ന് പുറത്തോട്ട് പോകണം, പറയാം എവിടെയാണെന്ന്. അതിനു മുമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇച്ചിരി വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടെ. ക്യാരറ്റ് ഇത്ര എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ആ ക്യാരറ്റ് മൊത്തം എടുത്തിട്ടില്ല. ക്യാരറ്റും സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ എടുത്തിട്ടുണ്ട്. മല്ലിയില ഇതെനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച കൂടുതലായി, 2 3 ആഴ്ചയായി കേട്ടോ ഈ പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട്. ഞാൻ പറയാറില്ലേ, കറിവേപ്പിലയും മല്ലിയിലയൊക്കെ എൻ്റെ ഇതിൽ നല്ല ഫൈനായിട്ടിരിക്കും, ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫ്രഷ് ആയിട്ട് സാധനങ്ങൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ കിട്ടണം, നല്ല സാധനം കിട്ടുകയും വേണം കേട്ടോ. ഇത് നല്ല വേരോടെ നല്ല ഫ്രഷ് മല്ലിയിലയായിരുന്നു കിട്ടിയത്. അതുപോലെ തന്നെ കറിവേപ്പില ആയാലും നല്ലത് കിട്ടിയാൽ, അതും മാത്രമല്ല ഫ്രിഡ്ജിലും ഡിപ്പെൻഡാണ് കേട്ടോ ഇത്. കാരണം പല ഫ്രിഡ്ജിലും വെക്കുന്നതുകൊണ്ട് എത്ര നല്ലതുപോലെ വെച്ചാലും അത് അഴുകി പോകാറുണ്ട്. അപ്പം നമ്മുടെ ഫ്രിഡ്ജിലും ഡിപ്പെൻഡാണ് ഇത്. എത്ര നാൾ വേണേലും ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, വെജിറ്റബിൾസ് ഒക്കെ ഇട്ടു. ഞാൻ ഇഞ്ചി എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ കുറച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി കൂടുതൽ മേടിച്ചായിരുന്നു, അപ്പോൾ അത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും അതുകൊണ്ട് ഞാൻ പേസ്റ്റാണ്, മീൻകറി വെക്കുവാണെങ്കിലും ആ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ അല്ലാതെ ഇഞ്ചി ഇട്ടിട്ടില്ല. വെളുത്തുള്ളിയൊക്കെ കൂടുതൽ കിട്ടുമ്പോഴാണേലും ഇങ്ങനെ പേസ്റ്റ് ആക്കി വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ വെളുത്തുള്ളിയുടെ ഏരിയയിലോട്ട് പോകണ്ട, എനിക്ക് വെളുത്തുള്ളി കിട്ടുന്നില്ല. കിലോ 500 രൂപയാണ് ഇപ്പോൾ അച്ചാറിടാൻ. അതുകൊണ്ട് പല അച്ചാറുകളും ഞാൻ പെൻഡിങ്ങിൽ വെച്ചേക്കാണ്. കാരണം വെളുത്തുള്ളി ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്കാണെങ്കിൽ നല്ലപോലെ വെളുത്തുള്ളിയും വേണം. അപ്പോൾ കടക്കാരടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ വില കുറയും, 10 ദിവസം കൂടെ കഴിഞ്ഞാൽ കുറയും. ഇപ്പോൾ 10 കഴിഞ്ഞ്, ആ 10 ദിവസം പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1 മാസം കഴിഞ്ഞെന്ന്, ഇതുവരെയും വില കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടു. ആവശ്യത്തിന് വെള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. റവ 1 ഗ്ലാസ് എടുക്കുവാണെങ്കിൽ ഞാനൊരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിക്കും. കൂടുതൽ റവ എടുക്കുന്നതോറും വെള്ളത്തിൻ്റെ അളവ് ഇത്തിരി കുറയ്ക്കും. ഞാൻ പൊടിയായിട്ടുള്ള ഉപ്പുമാവെല്ലാം ഉണ്ടാക്കുന്നത് ഇത്തിരി കുഴഞ്ഞിരിക്കുന്ന ടൈപ്പാണ്, നോർത്ത് ഇന്ത്യൻ ടൈപ്പ്. നമ്മൾ മലയാളികൾക്ക് ഉപ്പുമാവെന്ന് പറയുന്നത്, എൻ്റെ കുഞ്ഞിലെയൊക്കെ ഞാൻ ഉപ്പുമാവ് കഴിച്ചിട്ടുള്ളത് പൊടിയായിട്ടുള്ള, പുട്ട് പൊടിക്കുമ്പോൾ എങ്ങനെ പൊടിയായിട്ടിരിക്കും അതേപോലുള്ള ഉപ്പുമാവായിരുന്നു കേട്ടോ. പക്ഷേ അതിനുശേഷം നോർത്തിൽ പോയി അവിടുത്തെ ശീലമായി അവിടെ നല്ല കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവാണ്. അപ്പോൾ ഉപ്പുമാവ് നമുക്ക് എങ്ങനെ വേണോ അതനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്താൽ കുഴച്ചു കൊടുക്കാം, നല്ലതുപോലെ പൊടിയായിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ കുറച്ച് തീ ഓഫ് ചെയ്തിട്ട്, അതായത് തിളച്ച വെള്ളത്തിലോട്ടാണ് ഉപ്പുമാവ് ഇടുന്നത്. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇട്ടേക്കും. ആ ചൂട് വെള്ളത്തിൻ്റെ ചൂടും കൊണ്ട് ബാക്കി മാവ് നല്ലപോലെ വെന്തോളും. ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. കാരണം റവയെന്ന് പറയുന്ന ഇടയ്ക്കൊക്കെ നനയാതെ കട്ട പിടിച്ചിരിക്കും. ലാസ്റ്റിൽ ഞാൻ ഇത്തിരി മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും ഇതെന്താണ്, ഉപ്പുമാവാണോ അതോ മല്ലിയില മാവാണോ എന്ന്.
ഈ സെയിം ക്വസ്റ്റ്യൻ ജോസാനും എൻ്റെ അടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, നിനക്ക് മല്ലിയില ഫ്രീ കിട്ടിയതല്ലല്ലോ, ഈ മല്ലിയില കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഇത്രയും വാരിയിടണമെന്ന് ചോദിച്ചു. എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. നോർത്തിൽ ചെല്ലുന്ന സമയത്ത്, ബോംബെ ചെന്ന സമയത്ത് എനിക്ക് മല്ലിയിലയുടെ മണമേ ഒരിത്തിരി പോലും ഇഷ്ടമല്ലായിരുന്നു. വോമിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ. പിന്നീടാണ് മല്ലിയില ഇഷ്ടപ്പെട്ടു തുടങ്ങിയതും. ഓഫീസിൽ ഒരു കുട്ടി സാലഡ് കൊണ്ടുവന്ന്, മല്ലിയില ഇട്ട സാലഡ് കൊണ്ടുവന്ന് അത് കൂട്ടിയതിൽ പിന്നാണ്, ചപ്പാത്തിയും സാലഡും അത് കൂട്ടിയതിൽ പിന്നാണ് മല്ലിയിലയോടുള്ള എൻ്റെ വൈരാഗ്യം മാറി തുടങ്ങിയത് കേട്ടോ. കാരണം എൻ്റെ മൂത്ത ചേച്ചിയൊക്കെ സാമ്പാർ വെക്കുവാണെങ്കിൽ എനിക്ക് മല്ലിയില ഇല്ലാതെ മാറ്റി വെക്കുമായിരുന്നു കേട്ടോ, ഞാൻ നാട്ടിൽ നിന്ന് ചെന്ന സമയത്ത്. അപ്പോൾ ശീലമായി, ഓരോന്നും നമ്മൾ കഴിച്ച് കഴിച്ചാണല്ലോ ശീലമാവുന്നത്. അപ്പോൾ ഉപ്പുമാവ് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, എന്താണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഉപ്പുമാവാണ്. അപ്പം ഞാനൊരു ഡെക്കറേഷന് വേണ്ടി നമ്മുടെ ഒരു കുഞ്ഞു പാത്രത്തിനകത്തൊക്കെ വിളമ്പി എന്താണ് അങ്ങോട്ട് തട്ടിയിടുമ്പോൾ നല്ല ഷേപ്പായിട്ടൊക്കെ ഇരിക്കുമല്ലോ, അതിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. പക്ഷേ അതും എന്നെ ചതിച്ചു. ഇട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ദാ ഞാൻ പോവാന്നേന്ന് പറഞ്ഞ് ഇതേ പോകുന്നതുണ്ടോ. ഏതായാലും മൊത്തത്തിൽ അങ്ങോട്ട് വീണിട്ടില്ല. അത് ഉപ്പുമാവും കടല, ഇന്നലത്തെ കറിയാണ് കേട്ടോ, കടലക്കറി നേരത്തെ വെച്ചതായിരുന്നു, അത് ഇത്തിരി ഒഴിച്ചെന്നേ ഉള്ളൂ. ഉപ്പുമാവിന് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടിട്ട്, കാരണം അതിനകത്ത് ഉപ്പും എരിയും എല്ലാം ഉണ്ടല്ലോ, വെജിറ്റബിൾസും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഒരു ഷോയ്ക്ക് വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിരുന്നു ഫിറോസ് ചുറ്റുപാറയുടെ കയ്യിൽ നിന്നും പൊന്നാങ്കണ്ണി ചീര മേടിച്ചത്. പലരും പറയുന്നുണ്ട് ഇത് പൊന്നാങ്കണ്ണിയാണ്, ചിലർ പറയുന്നു അല്ല. എന്തായാലും ഞാൻ മേടിച്ചു. നമുക്ക് ഓരോരുത്തരിലൊരു വിശ്വാസം ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് പലരും സാധനങ്ങൾ മേടിക്കുമ്പോൾ പറയും ബെൻസിലൊരു വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ബെൻസി പറഞ്ഞപ്പോൾ ഞങ്ങൾ മേടിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൽ എനിക്കൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാനും മേടിച്ചു. 2 തൈയായിട്ടാണ് മേടിച്ചത്. 2 തൈ എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്നൊരു 5 മൂടങ്ങാണ്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും ഞാൻ ഇത്രയും തൈകൾ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. വളരെ എളുപ്പമാണ്. അതിൻ്റെ തണ്ട് അങ്ങോട്ട് ഒടിച്ച് ജസ്റ്റ് ഒന്ന് കുഴിച്ചു വെച്ച് കൊടുത്താൽ മതി, നമുക്ക് ഇഷ്ടം പോലെ തൈകൾ കിട്ടും. ഇത് മുളക്, പച്ചമുളക്, എന്താണ് ഉണ്ടമുളകും കാന്താരിയും എല്ലാം കൂടെ പാകിയതാണ്. എന്തിൻ്റെ തൈയൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനിയും പൂത്ത് വരുവാണെങ്കിൽ പിടിച്ചു വരുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണെന്ന് കേട്ടോ. അപ്പം പൊന്നാങ്കണ്ണി ഇതാണ്. ഞാൻ ഇതുവരെ ഇത് പാചകത്തിന് എടുത്തിട്ടില്ല. വരുന്നത് തൈ ആക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറേ തൈകളാവുമ്പോൾ നമുക്ക് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കിട്ടും. അപ്പോൾ ഞങ്ങളൊരു കല്യാണത്തിന് പോവാണ്, റെഡിയായിട്ട് ഇറങ്ങി. കല്യാണത്തിൻ്റെ കോസ്റ്റ്യൂം ഓരോരുത്തരൊക്കെ വ്ളോഗേഴ്സ് കാണിക്കും. കല്യാണത്തിൻ്റെ ഡ്രസ്സ് ഇതാണ്, മേക്കപ്പ് ഇതാണ്. മേക്കപ്പ് കാണിക്കാനൊന്നുമില്ല, ഡ്രസ്സ് മാത്രമേ കാണിക്കാനുള്ളൂ. ആസ് യൂഷ്വൽ സാധാ വീട്ടിൽ ഇടുന്നൊരു ഡ്രസ്സാണ്. വീട്ടിൽ ഇടുന്നില്ല, പുറത്ത് നോർമലായിട്ട് ഇടുന്നൊരു ഡ്രസ്സാണ്. വെള്ളം എടുത്തിട്ടുണ്ട്, നമുക്ക് ഇറങ്ങാം. ഈ ഇദ്ദേഹത്തെ കാണിച്ചിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയാണ് കേട്ടോ. സ്ഥിരം കാണുന്നവർക്കറിയാം മെഫിൻ. ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് കല്യാണത്തിന് വന്നതാണേ. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലെ ഒരു കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ. എൻഗേജ്മെൻറ്റിന് പോകാൻ പറ്റില്ല. ആ സമയത്ത് ജോസാന് ഭയങ്കര ചുമയും കഫക്കെട്ടും ഒക്കെ ആയിട്ട് ജോസാനില്ലാതെ ഞാനും പോകത്തില്ല. ഇവിടുന്ന് വണ്ടി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പോയില്ല, ജോസാനില്ലാത്തതുകൊണ്ട്. ഞാൻ ഇവിടുത്തെ നാട്ടിൽ ഒറ്റയ്ക്കെങ്ങും പോയിട്ടില്ല ജോസാനില്ലാതെ. അപ്പോൾ ഇത് ഉമ്മന്നൂരാണ് കേട്ടോ, ഉമ്മന്നൂർ ചെപ്ര, അവിടുത്തെ ചർച്ചിൽ വെച്ചാണ്. ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ കല്യാണത്തിൻ്റെ അവിടെ എത്തി, പാട്ടൊക്കെ കേൾക്കുന്നു, കയറാനായിട്ട് പോകുന്നത്. ഇന്ന് മെഫിനുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുന്നത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ജോസാനെ ഏൽപ്പിക്കുവാണെങ്കിൽ എനിക്ക് വേറെ ഈ ഭാഗങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറട്ടെ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇത്തിരി ലേറ്റായി കേട്ടോ. ഈ കടയുള്ളതിൽ പിന്നെ കറക്റ്റ് സമയത്ത് എങ്ങും ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഒരുങ്ങി ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും എന്തെങ്കിലും സാധനം മേടിക്കാൻ ആരെങ്കിലും വരുന്നത്. അത്രയും നേരം ആരും വരത്തില്ല. അത് ഏത് ആവശ്യത്തിന് ഒരുങ്ങി ഇറങ്ങുകയാണെങ്കിൽ, ഇപ്പം സൺഡേ ചർച്ചിൽ പോകാനായിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് എവിടെ പോകാൻ ഇറങ്ങിയാലും അന്നേരമായിരിക്കും ആരെങ്കിലും അർജൻറ്റായിട്ട് വരുന്നത്. അപ്പം നമ്മൾ സാധനം എടുത്ത് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. നാട്ടിലുള്ളവർക്ക് അറിയാം, ഓരോ മാസവും കുറഞ്ഞതൊരു 1-2 കല്യാണം അല്ലെങ്കിൽ ഹൗസ് വാമിങ്
എൻഗേജ്മെന്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. എല്ലായിടവും ജോസാൻ ഒറ്റയ്ക്കായിരുന്നു പോകുന്നത്. ഇത് പിന്നെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ആയതുകൊണ്ട് എനിക്ക് വരാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ വന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് നാട്ടിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കല്യാണമാണ് അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. എങ്ങും പോവാറില്ലായിരുന്നു. ജോസാൻ എല്ലായിടവും വിളിക്കും, നമ്മളെ രണ്ടുപേരുടെയും കൂടെ എല്ലേ വിളിച്ചേ, നീ എന്താ വരാത്തേ. ഞാൻ പോവാറില്ല. ഇപ്പം പിന്നെ കുറച്ചുകൂടെയൊക്കെ പരിചയമായി, എല്ലാവരുമായിട്ടും കുറച്ചൊക്കെ അറിഞ്ഞു തുടങ്ങി. ആദ്യമൊന്നും നമ്മുടെ അടുത്തുള്ള വീടുകളിലുള്ളവരല്ലാതെ നമ്മുടെ ഈ ഏരിയയിലുള്ള ആരെയും എനിക്ക് അധികം അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ കടയും കൂടെ വന്നതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും പോകാറുണ്ട് കേട്ടോ. ബോംബെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരെ കുറവാണ് കല്യാണങ്ങൾ. ഇങ്ങനെയുള്ള ഹൗസ് വാമിങ് ഇല്ലേ ഇല്ല. കല്യാണമാണെങ്കിലും ഒരു വർഷത്തിൽ പോലും ഒരു കല്യാണം അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിഞ്ഞു വന്നു. വൈകിട്ടത്തെ പണി ജോസാൻ്റെ പണിയാണ് ഇത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഫ്രണ്ട് മുറ്റ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് ജോസാന് തൂക്കാൻ എളുപ്പമായതുകൊണ്ട് അത് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് അത്രയും ജോലിഭാരം എനിക്ക് കുറവുണ്ട്. ദിവസം 2-3 പ്രാവശ്യമാണ് ജോസാൻ്റെ തൂപ്പ്. ചിലപ്പോഴൊക്കെ തന്നെത്താനെ പറയുന്നതൊക്കെ ഇതെന്തോ കഷ്ടമായി ഇത്, എത്ര തൂത്തിട്ടാലും ഫ്രണ്ട് മുറ്റമായതുകൊണ്ട് കടയിൽ ആൾ വരുമ്പോൾ മോശമല്ലേ. എന്നിട്ട് ഒരു ദിവസം തൂക്കാതിട്ടിരുന്നു. അന്ന് കുറേ പേര് കടയിൽ വന്നപ്പോൾ ചോദിച്ചു, ഇതെന്തോ തൂത്ത് വരാറില്ലേ. അന്നേരം ഞാൻ ജോസാൻ്റെ അടുത്ത് ചോദിച്ചു. ജോസാൻ ഭയങ്കര ഡയലോഗ് അടിക്കുമല്ലോ. ഞാൻ തൂക്കുമ്പോൾ വന്ന് പറയും, എന്തിനാടി ഇങ്ങനെ തൂക്കുന്നേ, അവിടെ ഇട്ടേരെ, ചോദിക്കുന്നവർ ചോദിക്കട്ടെ, നമുക്കെല്ലാം പൊഴിഞ്ഞിട്ട് തൂത്താൽ മതിയെന്ന്. ഞാൻ അന്നേരം ചോദിച്ചു, എന്തുകൊണ്ടാണ് പിന്നെ ജോസാൻ്റെ അടുത്ത് ആളുകൾ വന്ന് ചോദിക്കുന്നത് കേട്ടല്ലോ, എന്താ തൂത്ത് വരാറില്ലേ. അന്നേരം എന്താ ജോസാന് മറുപടി ഒന്നും ഇല്ലായിരുന്നോ പറയാനായിട്ടൊന്നും, ഒന്നും മിണ്ടിയില്ല. നമ്മൾ തൂക്കാതിടുമ്പോൾ നാട്ടുകാർ തീർച്ചയായിട്ടും ചോദിക്കും, അവർക്കറിയില്ലല്ലോ നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന്. എന്തായാലും ജോസാൻ തൂത്ത് വണ്ടിയൊക്കെ കാർ പോർച്ചിലോട്ട് ഇടാനും ഒക്കെയുള്ള പ്ലാനാണ്. കാരണം പുറത്ത് പോയിട്ട് വന്നിട്ട് വണ്ടി അവിടെ തന്നെ ഇട്ടേക്കുമായിരുന്നു, കാർ പോർച്ചിലോട്ട് കയറ്റിയില്ല. അതാണ് അവിടെ ഒക്കെ തൂത്തിറക്കിയത്. കാർ പോർച്ചിൽ നിന്ന് തൂത്തിറക്കിയ കരിയിലയാണത്. അപ്പം എനിക്ക് എൻ്റെ തൂപ്പ് പ്രത്യേകമുണ്ട്. 3 മുറ്റം എനിക്കും 1 മുറ്റം ജോസാനും, അങ്ങനെയാണ് കണക്ക്. ഇത് എൻ്റെ വീടിൻ്റെ പരിയമ്പുറം. ബാക്കി എങ്ങും വെയിലില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പയറും ഒക്കെ ഇവിടെ പടർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഒരു ഗുണവും ഇല്ല. വളർന്ന് നന്നായിട്ട് പടർന്നു വന്നപ്പോൾ അതെല്ലാം നശിച്ചു പോയി കേട്ടോ. പിന്നെ അതുപോലെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൃഷിയൊന്നും തുടങ്ങിയിട്ടില്ല. ഒരു 3 പ്രാവശ്യം ട്രൈ ചെയ്തു, പറ്റാത്തതുകൊണ്ട് പിന്നെ വിട്ടതാണ് കേട്ടോ. അപ്പോൾ വൈകിട്ടായപ്പോൾ ഒരാഗ്രഹം, ഇത്തിരി ചായയോ കാപ്പിയോ കുടിക്കണമെന്ന്. ഇങ്ങനെയുള്ള പൗച്ചുണ്ടല്ലോ, ഇപ്പം ഞാൻ ഇതുപോലെ ഓരോ വേലത്തരങ്ങൾ കാണിക്കുന്നുണ്ടൊക്കെ എനിക്ക് ചിലർ ഓർഡർ തരുമ്പോൾ ബൂസ്റ്റ്, ഹോർലിക്സ്, അതുപോലെ ബ്രൂവിൻ്റെ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, അതൊക്കെ പലരും ഇപ്പം എൻ്റെ ഇത് മേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, ബെൻസി ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു കൊതി തോന്നി, അതുകൊണ്ട് ഓർഡർ ചെയ്യുന്നതാണ്. അങ്ങനെ ചില ദുശീലങ്ങളോ നല്ല ശീലങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഞാൻ കാരണം ഓരോരുത്തർ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാലും വെള്ളം കൂടി ഇത്തിരി തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഇത്തിരി കോഫി പൗഡറും ഇത്തിരി ബൂസ്റ്റ് ഇടുക. ബൂസ്റ്റ് അങ്ങനെ സ്ഥിരം ഞാൻ ഇടാറില്ല കേട്ടോ. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ്. ഇടയ്ക്ക് വെച്ച് സ്ഥിരമായിരുന്നു, പിന്നെ അത് നിന്നു. പിന്നെ വീണ്ടും ഇപ്പോൾ ഒന്ന് തോന്നി, ഓരോ തോന്നലുകളാണല്ലോ. അങ്ങനെ ഇത്തിരി കാപ്പി കുടിച്ച്. ഇതൊന്നും ജോസാന് ഇഷ്ടമല്ല കേട്ടോ. ജോസാന് ചായ തന്നെ വേണം. അപ്പോൾ ഇത് ചുമന്ന ചീര, നമ്മുടെ ഈ തൊട്ട് മുമ്പിലെ റോഡിൽ കൂടെ ഒരാൾ നാടൻ ചീരയെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ്. ഈ ഒരു കുഞ്ഞു കെട്ടിന് 30 40 ഓർക്കുന്നില്ല. പുള്ളിക്കാരൻ്റെ അടുത്ത് എത്ര രൂപയാന്ന് ചോദിച്ച സ്ഥിതിക്ക് മേടിക്കാതെ ഇരിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. ചീര നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണല്ലോ. അപ്പോൾ ഇതങ്ങ് തോരൻ വെച്ചാൽ പിന്നെ നാളെ രാവിലത്തേക്ക് പിന്നെ എനിക്ക് തോരനൊന്നും വെക്കണ്ട, എന്തെങ്കിലും ഒഴിക്കാൻ റെഡിയാക്കിയാൽ മതി. അപ്പോൾ ചീര നമ്മുടെ ശരീരത്തിന് എല്ലാം കൊണ്ടും നല്ലതാണ്. ഇത് പറഞ്ഞു വന്ന ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ഞാൻ തോരൻ വെക്കുന്നതിൻ്റെ മെത്തേഡൊന്നും പറയുന്നില്ല, അത് വേണമെന്നുള്ള ഒരു വീഡിയോ കണ്ടാൽ മതി, മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു കാര്യം പറയാം. എനിക്ക് കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത മുടി കൊഴിച്ചിൽ. ഞാൻ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ ഇഷ്ടംപോലെ ടിപ്സ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതുമാണ്. ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് എലമെൻസിൻ്റെ ഹെയർ ഓയിലും ഷാമ്പുവാണ് യൂസ് ചെയ്യുന്നത്. എന്നോട്ട് ഞാൻ അതിൻ്റെ ബിസിനസ് തുടങ്ങിയോ അന്ന് തൊട്ടേ ഇപ്പോഴും അത് സ്ഥിരം യൂസ് ചെയ്യുന്ന പലരും ഉണ്ട് എൻ്റെ നിന്ന് മേടിക്കുന്നവർ. അപ്പം ഹെയർ ഓയിൽ, ഷാമ്പു, താരൻ്റെ ഷാമ്പു യൂസ് ചെയ്യാറുണ്ട്, നോർമലായിട്ടുള്ളത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, സഹിക്കാൻ പറ്റാത്ത മുടി കൊഴിച്ചിൽ. ചീവി കഴിഞ്ഞാൽ എൻ്റെ ചീപ്പ് നോക്കിയാൽ എനിക്ക് ഭയങ്കര കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ചേച്ചിമാരടുത്തും പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ കണക്കിന് പോയാൽ ഞാൻ മിക്കവാറും മൊട്ടയാവും, ആ രീതിയിലാണ് എൻ്റെ മുടി കൊഴിച്ചിലെന്ന്. അപ്പോൾ ഞാൻ ഒരു വർഷത്തിന് മുമ്പ് എൻ്റെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തപ്പോൾ വൈറ്റമിൻ ഡി തീരെ കുറവായിരുന്നു, അതിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്ത് കുറവാണെന്നുണ്ടെങ്കിൽ പല ബുദ്ധിമുട്ടുകളും വരും കേട്ടോ. ആ സിംറ്റം എല്ലാം എൻ്റെ ബോഡിയിൽ ഉണ്ട് താനും. പിന്നെ കാൽവേദനയൊക്കെ ഞാൻ വിചാരിക്കുന്നത് അസ്ഥിരമാണല്ലോ, ജോലി കൂടുതൽ ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ആയിരിക്കാം. പക്ഷേ അതിനേക്കാളും ഡബിൾ കാലുവേദന, കാല് നിറയെ കുത്താൻ വയ്യ, കഴപ്പ്, ശരീരം വേദന, ശരീരം കഴപ്പ്, ഭയങ്കര ക്ഷീണം, എപ്പോഴും അങ്ങ് കിടക്കണമെന്ന് തോന്നുക, ഭയങ്കര ദേഷ്യം വരിക, മുടി കൊഴിച്ചിൽ, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും എനിക്കുണ്ട്.
അപ്പം ഞാൻ തന്നെ വിചാരിച്ചു എന്തായാലും വൈറ്റമിൻ ഡി സാധാരണ എല്ലാവരും ചെക്ക് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. ഞാൻ അങ്ങനെ പറയുന്നില്ല ചെയ്യാതെ കഴിക്കണമെന്ന്. നിങ്ങൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലാത്തവർ വൈറ്റമിൻ ഡി തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു വൈറ്റമിൻ ഡിയുടെ ഞാൻ അന്ന് 1 വർഷത്തിന് മുമ്പ് ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞതിൽ പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് ഒരു കോഴ്സ് കൂടെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ മാസങ്ങളായി കേട്ടോ. എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മുമ്പല്ല, ഒരു 2 വർഷത്തിന് മുമ്പാണ് ഞാൻ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, വൈറ്റമിൻ ഡിയുടെ ഒരു കോഴ്സ് എടുക്കാൻ. എൻ്റെ അടുത്ത് ടാബ്ലറ്റ് ഒന്നും ചോദിക്കല്ലേ, ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആണ്. അപ്പം ഞാൻ കഴിക്കുന്നത് 15 ദിവസം കൂടുമ്പോൾ ഓരോന്ന്, ഒരു സ്ട്രിപ്പിൽ 4 എണ്ണം 15 ദിവസം കൂടുമ്പോൾ. അങ്ങനെ ആദ്യത്തെ ഒരെണ്ണം കഴിച്ചു. അതിനുശേഷം 15 ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി. എൻ്റെ മുടി കൊഴിച്ചിൽ എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ഇപ്പം ചീപ്പിനകത്തൊക്കെ ചീവുമ്പോൾ നിസ്സാരം ഒരു 2-3 മുടി വന്നാലായി. എൻ്റെ പഴയ മുടിയൊക്കെ ഇപ്പം ഞാൻ വീണ്ടും ഓയിൽ തേച്ച് തുടങ്ങി. നമ്മുടെ എലമെൻസിൻ്റെ തന്നെ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പുതിയ പുതിയ ബേബി ഹെയർ ഒക്കെ വന്നു തുടങ്ങി. നല്ല വ്യത്യാസം. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ പുറമേ പല ടിപ്സും ചെയ്യും, പക്ഷേ അകമേ ചെയ്യേണ്ടത് ചെയ്യാതെ പുറമേ ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ആണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ കാലിൻ്റെ പ്രശ്നമാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചെക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണം. എങ്കിലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്താണ് നമ്മുടെ ബോഡിയിലെ പ്രോബ്ലം എന്ന്. അപ്പോൾ ഈ കലശലായ മുടികൊഴിച്ചിലുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വൈറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കുറേ ദിവസമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ മറന്നു പോകുന്നതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് 1-2 പേര് ഭയങ്കര മുടി കൊഴിച്ചിൽ ചേച്ചി, അതിന് എലമെൻസിലെ ഓയിൽ നല്ലതാണോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് എനിക്ക് മെസ്സേജ് വിട്ടായിരുന്നു. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സാധനം കൊടുത്ത് തീർക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും അയ്യോ ബെസ്റ്റ് ആണെന്നും പറഞ്ഞ് അവർക്കത് കൊടുക്കാം. പക്ഷെ ഞാൻ അവരുടെ അടുത്തും പറഞ്ഞത് എണ്ണ കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര കൊഴിച്ചിലാണെന്നുണ്ടെങ്കിൽ എണ്ണ കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യൂന്ന് ഞാൻ മെസ്സേജ് കൊടുത്തായിരുന്നു. ആരൊക്കെ ചെക്ക് ചെയ്തെന്ന് എനിക്കറിയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വിറ്റ് തീർക്കുക എന്നത് മാത്രമല്ല, വിറ്റാൽ എനിക്ക് ലാഭം കിട്ടും തീർച്ചയായിട്ടും. കള്ളം പറഞ്ഞു വേണേൽ എനിക്ക് വിൽക്കുകയും ചെയ്യാം. പക്ഷെ ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല കേട്ടോ. കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ്. കാരണം ഞാൻ ആ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും കൊഴിച്ചിലുണ്ടെങ്കിൽ ഞാൻ നല്ലതുപോലെ കൊഴിച്ചിൽ മാറുമെന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ശരീരത്തിന് ബുദ്ധിമുട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പ്ലീസ്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.